അച്ഛൻ്റെ വാർത്ത കേട്ട് സന്തോഷിച്ച് അലീന. അങ്ങനെ പ്രിയ പ്രേക്ഷകരെ, നമ്മുടെ ബാലചന്ദ്രൻ സ്റ്റാലിനെ കണ്ടതിന് ശേഷം തിരികെ കടപ്പാട്ടൂർ വീട്ടിലേക്ക് വന്നെത്തുന്നൊരു കാഴ്ച, തൻ്റെ വീട്ടിലേക്ക് മടങ്ങിയെത്തുന്നൊരു കാഴ്ച കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇതിനു മുമ്പ് തന്നെ ഗോവർദ്ധൻ ചോദിക്കുന്നുണ്ട്, എന്തിനാ ബാലേട്ട നമ്മളിവിടെ വന്നത്, എന്താണ് കാര്യം എന്ന് ചോദിക്കുന്നു. നമ്മൾ വന്ന കാര്യം നടന്നു എന്ന് ചോദിക്കുന്നു. അത് കേട്ട നമ്മുടെ ബാലചന്ദ്രനാണെങ്കിൽ ഗോവർദ്ധനോട് പറയുന്നുണ്ട്, തീർച്ചയായിട്ടും അത് നടന്നു കഴിഞ്ഞിരിക്കുകയാണ് ഗോവർദ്ധ. ഞാൻ വന്നത് ആരെ കാണാനാണെന്ന് നിനക്കറിയാമോ? വൈജിയുടെ പഴയ കാമുകനായ സ്റ്റാലിനെ കാണാനായിട്ടാണ് താൻ വന്നത് എന്ന് പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഇതേ സമയം ഗോവർദ്ധൻ ചോദിക്കുന്നുണ്ട്, എന്തിനാണ് ബാലേട്ട വന്നത് എന്ന് ചോദിക്കുന്നു. അത് കേട്ടതും നമ്മുടെ ബാലൻ പറയുന്നുണ്ട്, വൈജ പ്രസവിച്ചു എന്ന് പറയുന്ന ആ കുഞ്ഞില്ലേ, ആ കുഞ്ഞ് ജീവനോടെയുണ്ട്. ആ കുഞ്ഞിൻ്റെ പേര് പറഞ്ഞ ഗോവർദ്ധ നീ ശരിക്കും ഞെട്ടിപ്പോവും. അതാണ് അലീന എന്ന് പറയുന്നു. അത് കേട്ട ഗോവർദ്ധൻ ശരിക്കും ഞെട്ടിപ്പോകുന്നുണ്ട്. വൈജ ചേച്ചിയുടെ മകളാണോ അലീന എന്ന് ചോദിക്കുമ്പോൾ അതേ എന്ന് ബാലചന്ദ്രൻ പറയുന്നത് കാണാൻ സാധിക്കും. അങ്ങനെ കടപ്പാട്ടൂർ വീട്ടിലെത്തുന്ന നമ്മുടെ ഗോവർദ്ധനാണെങ്കിൽ അലീനയെ സ്നേഹത്തോടെ ബഹുമാനത്തോടെ നോക്കാനായിട്ട് തുടങ്ങുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്. പ്രേക്ഷകരെ, പ്രിയ കൂട്ടുകാരെ, ഇതേ സമയമാണെങ്കിൽ നമ്മുടെ ഗോവർദ്ധനാണെങ്കിൽ പറയാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അങ്ങനെ ഇരിക്കെ അലീന ബാലചന്ദ്രനോട് ചോദിക്കുന്നുണ്ട്, എവിടേക്കാണ് പോയത് അച്ചായെന്ന്. ഇതേ സമയമാണെങ്കിൽ ഞാൻ പോയത് മോളെ നിൻ്റെ യഥാർത്ഥ അച്ഛനെ കാണാനാണ്. നിൻ്റെ യഥാർത്ഥ അച്ഛനെ കണ്ടുപിടിച്ചിട്ടുണ്ട് എന്ന് പറയുന്നത് കാണാനായിട്ട് സാധിക്കും. ഇതേ സമയമാണെങ്കിൽ നമ്മുടെ അലീന സന്തോഷം കൊണ്ട് പൊട്ടിക്കരയുന്നുണ്ട്. അധികം വൈകാതെ തന്നെ നിനക്ക് നിൻ്റെ അച്ഛൻ്റെ അടുത്തേക്ക് പോകാൻ സാധിക്കുമെന്നും ബാലചന്ദ്രൻ പറയുന്നത് കാണാനായിട്ട് സാധിക്കും. പ്രേക്ഷകരെ, പ്രിയ കൂട്ടുകാരെ, അപ്പോൾ റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കല്ലേ. എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.